ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസൈൻ എ സർക്കുലർ ഫൂട്ടിംഗ് ഫോർ എ സർക്കുലർ കോളം ഓഫ് 350 mm dia supporting an ultimate load of 1000 kilonewton, safe bearing capacity 200 kilonewton per meter square, use M20 concrete and Fe 415 grade steel. ഓക്കെ, അപ്പോൾ ആ സർക്കുലർ കോളത്തിന്റെ ഡയമീറ്റർ 350 mm തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ സർക്കുലർ ഫൂട്ടിംഗ് ആണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. സർക്കുലർ ഫൂട്ടിംഗ്, അതുപോലെ ആ സർക്കുലർ കോളത്തിന്റെ ഈ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് സർക്കുലർ ഫൂട്ടിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ സർക്കുലർ കോളത്തിന്റെ ഡയമീറ്റർ 350 mm. ഓക്കെ, സപ്പോർട്ടിങ് ആൻ അൾട്ടിമേറ്റ് ലോഡ് ഓഫ് 1000 kilonewton. അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടറി ചെയ്തിട്ടുള്ള ലോഡാണ് അല്ലേ? ഫാക്ടറി ചെയ്തതിന് ശേഷമുള്ള ലോഡാണ് 1000 kilonewton. അപ്പം WC വാല്യൂ അല്ല ഇവിടെ ആക്ച്വലി തന്നത്. എന്നിരുന്നാൽ ഇതെടുത്ത് ചെയ്താലും തെറ്റാന്നല്ല. നമ്മളുടെ കൺസെപ്റ്റ് പ്രകാരം അതിൽ വരുന്ന ആക്സിൽ ലോഡ് എടുത്തിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? ആക്സിൽ ലോഡ് ആക്കിയിട്ട് മാറ്റണം. അതായത് അൾട്ടിമേറ്റ് ലോഡ് അല്ലെങ്കിൽ ഫാക്ടറി ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വരുന്ന വർക്കിംഗ് ലോഡിനെ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് അല്ലെ? അപ്പൊ ഇതിനെ 1000 ഡിവൈഡ് ബൈ 1.5 ചെയ്താലാണ് WC കിട്ടുക. ഓക്കെ, സേഫ് ബെയറിംഗ് കപ്പാസിറ്റി 200 kilonewton per meter square, അതായത് Q0 200 kilonewton per meter square, FCK 20, Fy 415. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഗിവൺ ഡാറ്റ എഴുതാം. അൾട്ടിമേറ്റ് ലോഡ് ഓൺ ദ കോളം 1.5 into WC, ഈ വാല്യൂ ആണ് ഇപ്പൊ 1000 kilonewton തന്നിരിക്കുന്നത്. 1.5 WC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. അപ്പൊ WC എന്ന് പറയുന്നത് 1000 ഡിവൈഡ് ബൈ 1.5 ആണ്. ഓക്കെ, Q0 200 kilonewton per meter square, കോളം ഡയമീറ്റർ 350 mm. ഓക്കെ, WF എന്ന് പറയുന്നത് സൾഫേറ്റ് ഓഫ് ദ ഫൂട്ടിംഗ്, ദാറ്റ് ഈസ് 10% ഓഫ് WC. 10% ഓഫ് WC എന്ന് പറയുന്നത് 1000 10% എന്ന് പറയുമ്പോൾ 100 ആണ്. 100 ഡിവൈഡ് ബൈ 1.5. ഓക്കെ, ആ ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ച് ഡിവൈഡ് ചെയ്തത് നിങ്ങൾ വാല്യൂ ആക്കി എഴുതിയാൽ മതി. ഇപ്പൊ 1000 ഡിവൈഡ് ബൈ 1.5 എത്രയാണോ ആ വാല്യൂ എഴുതിയാൽ മതി. 100 ഡിവൈഡ് ബൈ 1.5 എത്രയാണോ ആ വാല്യൂ എഴുതുക. ഞാൻ ജസ്റ്റ് ആ ഇക്വേഷനിൽ ഒന്ന് ചിടുന്നു മാത്രം. ഇപ്പൊ 1000 ഡിവൈഡ് ബൈ 1.5 ചെയ്ത് കഴിഞ്ഞാൽ WC നമുക്ക് കിട്ടുന്ന 666.667 ആയിരിക്കും. അതേപോലെ WF കിട്ടുന്നത് 66.667 ആയിരിക്കും. ഓക്കെ, അപ്പം വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ് എഴുതി. അത് WCന്റെ 10% ആണ്. അത് 100 ബൈ 1.5, ദാറ്റ് ഈസ് 66.67. FCK 20 Newton per millimeter square, Fy 415 Newton per millimeter square. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏരിയ ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏരിയ ഓഫ് ഫൂട്ടിംഗ് കാണാനുള്ള ഇക്വേഷൻ A is equal to WC plus WF divided by Q0. ഓക്കെ, അതായത് 666.67 plus 66.67 divided by Q0, അതായത് 200. അത് ഞാൻ ഇങ്ങനെ എഴുതി. അതായത് ഞാൻ നേരത്തെ ഗിവൺ ഡാറ്റയിൽ 1/1.5 എന്നുള്ള രീതിയിൽ എഴുതി. അതായത് 1000 by 1.5 plus 100 by 1.5 അല്ലെ? ഒന്ന് വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ്, ഒന്ന് കോളത്തിൽ വരുന്ന ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡാണ്. അതിനെ 1.5 വെച്ച് എടുത്തിട്ടാണ് നമ്മൾ അതിനെ വർക്കിംഗ് ലോഡും അതുപോലെ തന്നെ ഫൂട്ടിങ്ങിന്റെ സൾഫേറ്റും ആക്കി മാറ്റിയിരിക്കുന്നത്. ഡിവൈഡ് ബൈ 200 ചെയ്ത് കഴിഞ്ഞാൽ 3.67 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, 1000 plus 100 divided by 1.5 divided by 200. ഓക്കെ, 3.66. ഓക്കെ, അതായത് 3.67 mm² എന്ന് പറഞ്ഞിട്ട് 3.67 മീറ്റർ സ്ക്വയർ ആണ്. 3.67 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, മീറ്റർ ആണ്, മീറ്റർ സ്ക്വയർ. സ്റ്റെപ്പ് 2, സൈസ് ഓഫ് ഫൂട്ടിംഗ്. ഫൂട്ടിങ്ങിന്റെ സൈസ്, ഇതിപ്പോ സർക്കുലർ ഫൂട്ടിംഗ് ആയതുകൊണ്ട് സർക്കുലർ ഫൂട്ടിങ്ങിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5/4 into d² എന്നുള്ളതായിരിക്കും അല്ലെ? അപ്പോൾ 5/4 into d² നമുക്ക് എഴുതാം. അതായത് ഡയമീറ്റർ സ്ക്വയർ ഈക്വൽ ടു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 3.67 മീറ്റർ സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡയമീറ്റർ ഓഫ് ഫൂട്ടിംഗ് D is equal to എന്ത് വരും? നമ്മൾ ഇതിനെ സോൾവ് ചെയ്താൽ മതി. ഈ ഇക്വേഷന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3.67 into 4 എന്ന് വരും അല്ലെ? ഡിവൈഡ് ബൈ 5. അപ്പൊ 4.67 എന്ന് പറഞ്ഞു കിട്ടും. d² ആയതുകൊണ്ട് അതിന്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ 2.16 മറ്റോ ആണ് കിട്ടുക. അപ്പൊ റൗണ്ട് ചെയ്തിട്ട് ഞാൻ അതിനെ 2.2 മീറ്റർ എന്നുള്ള രീതിയിൽ ഡയമീറ്റർ ഓഫ് ഫൂട്ടിംഗ് എടുത്തു. ഓക്കെ, 2.2 മീറ്റർ, 2.16 ആണ് കിട്ടുക. 2.16 സംതിങ് ആണ്. അതിനെ റൗണ്ട് ചെയ്തിട്ട് ഞാൻ D is equal to 2.2 മീറ്റർ എന്നുള്ള എടുത്തു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 3, സോയിൽ പ്രഷർ ഡ്യൂ ടു അൾട്ടിമേറ്റ് കോളം ലോഡ് ഓൺലി. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സോയിൽ പ്രഷർ കാണാൻ നമ്മൾ അൾട്ടിമേറ്റ് കോളം ലോഡാണ് എടുക്കുക. അപ്പോൾ 1.5 into WC ബൈ ഏരിയ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ 1.5 into WC എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്കിവിടെ ഡയറക്റ്റ് തന്നിട്ടുള്ള 1000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1000 ഡിവൈഡ് ബൈ ഏരിയ
പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമീറ്റർ നമുക്ക് 2.2 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 5/4 ഇൻറ്റു 2.2 സ്ക്വയർ ദാറ്റ് ഈസ് 263 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ എനിക്ക് സോയിൽ പ്രഷർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കാൻ 3 ക്രൈറ്റീരിയാസ്, 1 വേ ഷിയർ, 2 വേ ഷിയർ, ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് 4 ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ്. ഓക്കെ, ഫൂട്ടിങ്ങിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ ആദ്യത്തത് 1 വേ ഷിയർ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പം ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ 1 വേ ഷിയർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് d ഫ്രം ദ ഫേസ് ഓഫ് കോളം. അപ്പോൾ നിങ്ങൾക്കറിയാം 1 വേ ഷിയർ ക്രൈറ്റീരിയൻ പ്രകാരം ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് കോളത്തിന്റെ ഫേസ് നിന്ന് d ഡിസ്റ്റൻസ് മാറിയിട്ടാന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ 1 വേ ഷിയറിന്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ റെക്ടാംഗുലറിന്റെ കേസിൽ എക്സ് വൈ എന്ന് പറഞ്ഞ 2 ഡയറക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ സർക്കുലാറിൽ വരുമ്പോൾ എങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് സർക്കുലാർ ഫൂട്ടിങ്ങിന്റെ കേസിൽ ഫിഗർ വരിക. ഇതിന്റെ ഓവറോൾ ഡയമീറ്റർ 2.2 മീറ്റർ ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് മാർക്ക് ചെയ്തു. അതിന്റെ അകത്ത് നമ്മുടെ കോളം വരുന്നത്, കോളത്തിന്റെ ഡയ എന്ന് പറയുന്നത് 350 mm ആണ്. ഓക്കെ, 350 mm എന്ന് പറയുമ്പോൾ 0.35 മീറ്റർ, അത് മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടുന്ന് അതായത് ഈ ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് d ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. അപ്പൊ ആ ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്ന ആ ഒരു കറസ്പോണ്ടിങ് ഡയമീറ്ററും കൂടെ, അതായത് ഈ സെന്ററിന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാന്നുള്ളതും കൂടെ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അതായത് ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് d ഡിസ്റ്റൻസ് മാറിയിട്ടുള്ളത് അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1 വേ ഷിയർ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് അല്ലേ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ, ഏതെങ്കിലും ഒരു സൈഡ് അല്ലേ 1 വേ ഷിയറിൽ, അതായത് ഇപ്പൊ സ്ക്വയർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് d ഡിസ്റ്റൻസ് മാറിയിട്ട്, ഇപ്പൊ y ആക്സിസിലാണെങ്കിൽ അനദർ ഡയമെൻഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് d ഡിസ്റ്റൻസ് മാറി. അതേപോലെ ഇവിടെ സർക്കിൾ ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രന്റ് എടുത്താൽ മതി. ഓക്കെ, അതായത് ഇപ്പൊ ഒരു സർക്കിളിന്റെ 4/1 എടുത്താൽ മതി, മനസ്സിലായോ? ഓക്കെ, അതായത് സെമി സർക്കിളിന്റെ ഹാഫ്. ഓക്കെ, അത്രയും പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി 1 വേ ഷിയർ ക്രൈറ്റീരിയൻ എടുക്കുന്ന സമയത്ത്, മനസ്സിലായല്ലോ? അതായത് ഇപ്പൊ സ്ക്വയർ ആണെങ്കിലും റെക്ടാംഗുലർ ആണെങ്കിലും നമ്മൾ ഒരു പർട്ടിക്കുലർ സൈഡ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത് പോലെ ഇവിടെ നമുക്ക് ഒരു സൈഡ് എന്ന് പറയാൻ പറ്റില്ല സർക്കുലർ ആയതുകൊണ്ട് അല്ലെ. അപ്പൊ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന് 4, ഇപ്പം സർക്കുലർ ആണെങ്കിലും റെക്ടാംഗുലർ ആണെങ്കിലും 4 സൈഡ്സ് ഉണ്ട്. അതേപോലെ നമ്മൾ ഇതിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഇതിനെ ഒരു ക്വാഡ്രന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ആ ഫുൾ സർക്കിളിനെ അതിനൊരു ക്വാഡ്രന്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടാണ് 1 വേ ഷിയറിന്റെ കാൽക്കുലേഷൻസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു ക്വാഡ്രന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് 4/1 ഭാഗം അതിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഷെയ്ഡഡ് പോർഷൻ, അതായത് ഏരിയ, ഓക്കെ, ഈ ഷിയറിൽ ഇൻവോൾവ് ആവുന്ന ഏരിയ ഞാൻ ഷെയ്ഡ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സർക്കുലർ ആയതുകൊണ്ട് 4/1, ആ സർക്കിളിന് 4/1 പോർഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് 1 വേ ഷിയർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ ഇതിൽ ആ സോയിൽ പ്രഷർ കാരണം എത്രയാണോ ഷിയർ ഫോഴ്സ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് എത്രയാന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അത് 2 ഇക്വേറ്റ് ചെയ്യും. d അൺനോൺ ആയിരിക്കും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് d കിട്ടുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഷിയർ ഫോഴ്സ് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ. ഷിയർ ഫോഴ്സ് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം PU = PU ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ ഷെയ്ഡഡ് ഏരിയ കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഷിയർ ഫോഴ്സ് വരിക ഇൻറ്റു PU. അപ്പൊ ഇവിടെ PU എന്താന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഷെയ്ഡഡ് ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അതായത് ഇപ്പൊ ഒരു ഫുൾ സർക്കിൾ ആണെങ്കിൽ അല്ലെ, ഫുൾ സർക്കിൾ ആണെങ്കിൽ ഇതിന്റെ ഈ ഫുൾ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് π ഇൻറ്റു d²/4, അതായത് π ഇൻറ്റു 2.2² / 4 എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ സർക്കിളിന്റെ ഏരിയ വരിക അല്ലെ. എന്നാൽ നമുക്കിവിടെ ഇത്രയും പോർഷൻ മൈനസ് ചെയ്തിട്ടുള്ള കൺസിഡർ ചെയ്താൽ മതി, പോർഷൻ കൺസിഡർ ചെയ്താൽ മതി അല്ലെ. അതായത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പോർഷന്റെ മാത്രം ഏരിയ മതിയെങ്കിൽ, അതായത് ഈ ക്രിട്ടിക്കൽ സെക്ഷന്റെ ചുറ്റും ഫുള്ളായിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് ഈ ഫുള്ളായിട്ടുള്ള ഈ പോർഷന്റെ ഏരിയ ആണെങ്കിൽ നമ്മളിപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന വലിയ സർക്കിളിന്റെ ഏരിയന്ന്, അതായത് π ഇൻറ്റു 2.2² / 4 എന്ന് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഡയമീറ്റർ, ഈ ഒരു പർട്ടിക്കുലർ ഡയമീറ്റർ എത്രയാണോ അത് മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ എത്ര വരും? ഈ ഒരു ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ 0.35ഉം ഇപ്പുറത്തും d
ഡി ഡിസ്റ്റൻസും വരുന്നുണ്ട് അല്ലെ. അപ്പൊ 0.35 പ്ലസ് ഡി ആയിരിക്കും ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പോർഷന്റെ ഏരിയ എടുത്തിട്ട് ഓക്കെ ഈ വലിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിലെ ഫുൾ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ക്വാഡ്രന്റ് മാത്രം കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ വാല്യൂവിനെ മൊത്തം ഇപ്പൊ നമ്മൾ മൈനസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഏരിയനെ ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. ഓക്കെ, ഞാൻ വേറെ രീതിയിലും കൂടിയും പറയാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വാഡ്രന്റിന്റെ ഫുള്ളായിട്ട് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ, ഓക്കെ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡഡ് പോർഷൻ മാത്രമല്ല ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്വാഡ്രന്റിന്റെ മാത്രം ഇതിന്റെ ഫുൾ ഏരിയ കണ്ടുപിടിക്കുക. അതായത് പൈ ഇൻറ്റു 2.2 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ചെയ്താൽ ഫുൾ സർക്കിളിന്റെ ഏരിയ കിട്ടും. എന്നിട്ട് ഡിവൈഡ് ബൈ 4 ചെയ്താൽ നമുക്ക് ഈ ക്വാഡ്രന്റിന്റെ ഏരിയ കിട്ടും. കാരണം മൊത്തം സർക്കിളിനെ നമ്മൾ 4 തിരിച്ചിട്ട് അതിന്റെ ഒരു പോർഷൻ എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പം മൊത്തം ഏരിയനെ ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാഡ്രന്റിന്റെ ഏരിയ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഈ ഫുൾ സർക്കിളിന്റെ ഏരിയ എടുത്തിട്ട് അതിന്റെ അകത്തുനിന്ന് ഈ ഒരു പോർഷന്റെ ഏരിയ മൈനസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പം പൈ ബൈ 4 ഇൻറ്റു 2.2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആ സർക്കിളിന്റെ ഏരിയ ആയി, മൈനസ് പൈ ബൈ 4 ഇൻറ്റു 3.5 പ്ലസ് 2d ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ 0.35 പ്ലസ് 2d ഇവിടെ ഡി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർക്കിളിന്റെ ഏരിയ ആയി. അപ്പൊ മൊത്തത്തിലുള്ള ഈ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ ഒരു ചെറിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ ബാക്കിയുള്ള പോർഷന്റെ ഏരിയ നമുക്കായി. അതിനെ ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷന്റെ മാത്രം ഏരിയ കിട്ടും. അതാണ് ഇവിടെ 1/4 എടുത്തിരിക്കുന്നത്, 4/1. ഓക്കെ, 1/4 ഇൻറ്റു പൈ ബൈ 4 ഇൻറ്റു 2.2 സ്ക്വയർ മൈനസ് 0.35 പ്ലസ് 2d ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഡി അൺനോൺ ആണ്. ഡി അൺനോൺ ആക്കി വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ പൈ ബൈ 60 ഇൻറ്റു 4.84 മൈനസ് 0.1225 മൈനസ് 1.4 ഡി മൈനസ് 4d സ്ക്വയർ. പൈ ബൈ 4 ഇൻറ്റു ഇതൊന്ന് ഈ വാല്യൂ മൈനസ് ചെയ്താൽ 4.7175 മൈനസ് 1.4d മൈനസ് 4d സ്ക്വയർ മീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ ഷെയ്ഡഡ് ഏരിയന്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ബി യു എന്ന് പറയുന്നത് പി യു ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ ആണ്. അപ്പൊ പി യു എന്ന് പറയുന്നത് 263 ആണ് ഇൻറ്റു ഈ വാല്യൂ എഴുതി പൈ ബൈ 16 ഇൻറ്റു 4.7175 മൈനസ് 1.4d മൈനസ് 4d സ്ക്വയർ കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് എത്രയാന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം അല്ലെ, ആ ടേബിൾ 90 എന്നാണ് നമ്മൾ വാല്യൂ എടുക്കുക. അപ്പൊ ടേബിൾ 90 എന്ന് വാല്യൂ എടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടാവണം. ആ പർട്ടിക്കുലർ പെർസെന്റേജ് എന്ന് പറയുന്നത് നമുക്ക് 0.2% മുതൽ 0.25% വരെ അസ്യൂം ചെയ്യാം. അപ്പൊ ഞാനിവിടെ PT 0.25% അസ്യൂം ചെയ്യാണ്. ഓക്കെ, 0.25 ഞാൻ അസ്യൂം ചെയ്തു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോസി വാല്യൂ എന്ന് പറയുന്നത് 0.36 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ടോസി കിട്ടി. ഇനി റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ബ്രെഡ്ത്ത് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ വേണം അല്ലെ. ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രെഡ്ത്ത് വേണം. ഓക്കെ, ആ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ. ഓക്കെ, അത് ഇൻറ്റു ഡെപ്ത് ആണ് നമ്മൾ ആ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു ബ്രെഡ്ത്ത് ഇൻറ്റു ആ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ബ്രെഡ്ത്ത് എത്രയാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ് ഞാൻ പറയുന്നത്. ഈ ഒരു പോർഷന്റെ ലെങ്ത് നമുക്ക് വേണം. ഇതാണ് ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ക്വാഡ്രന്റിൽ റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന ലെങ്ത്. ഓക്കെ, ഈ ലെങ്ത് ഇൻറ്റു അല്ലെങ്കിൽ അതായത് ഈ ഒരു ബ്രെഡ്ത്ത് ഇപ്പം കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇത് ഇൻറ്റു ഡെപ്ത് ചെയ്താലാണ് റെസിസ്റ്റ് ചെയ്യുന്ന ആ ഏരിയ കിട്ടുന്നത്. അപ്പൊ ഷിയർ സ്ട്രെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ടോസി വാല്യൂ ഇൻറ്റു ഈ ഒരു ലെങ്ത് വേണം. അതിന് ഞാൻ ബി എന്ന് പറഞ്ഞെടുത്തു, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞെടുത്തു. ഈ ഒരു സെക്ഷന്റെ ഇൻറ്റു ഡെപ്ത് ചെയ്താലാണ് ഈ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷനായി മാറുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പെരിമീറ്റർ ആണ്. ഓക്കെ, അതായത് ഈ ഒരു ഫുൾ സർക്കിളിന്റെ പെരിമീറ്റർ എടുത്തു. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2πr അല്ലെങ്കിൽ πd എന്ന് പറഞ്ഞെടുക്കാം അല്ലെ. ഓക്കെ, അപ്പം πd എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഓക്കെ, അല്ലെങ്കിൽ പെരിമീറ്റർ. സർക്കിളിന്റെ കേസിൽ നമ്മൾ അതിന്റെ സർക്കംഫറൻസ് എന്നാ പറയാം. ഈ ഒരു സർക്കംഫറൻസ് എന്ന് പറയുന്നത് π × d. അപ്പൊ ഈ ഒരു d എന്ന് പറയുന്നത് എത്രയാണ്, 0.35 ഇവിടം തൊട്ട് ഇതുവരെ പ്ലസ് ഡി അല്ലെ. അപ്പം 0.35 പ്ലസ് 2d എന്നുള്ളതാണ് ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ π × d എന്ന് പറയുമ്പോൾ ഈ ഫുൾ സർക്കിളിന്റെ സർക്കംഫറൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അതിലെ 4/1 ഭാഗമാണ് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ 1/4 എടുത്താൽ മതി. ഈ ഒരു സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് എടുത്തിട്ട് അതിന്റെ 1/4 എടുക്കുന്നതായിരിക്കും ഈ ഒരു ബി എന്ന് പറഞ്ഞ് കിട്ടും.
ഓക്കെ, അപ്പം അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബ്രെഡ്ത്ത് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് ഈക്വൽ ടു 5d/4. ഓക്കെ, 4-1 ആയതുകൊണ്ട് 5d/4. 5 into d ചെയ്യുമ്പോൾ അത് സർക്കംഫറൻസ് ആയി. അതിന്റെ ഡയമീറ്റർ 0.35 plus 2d എന്നുള്ളതാണ്. അപ്പോൾ 5 into 0.35 plus 2d divided by 4 കറസ്പോണ്ടിങ് മീറ്ററിൽ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി വൺ വേ ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് VC is equal to tau c into 5/4 into 0.35 plus 2d into 10⁻³ into d. ഓക്കെ, ഇവിടെ കിലോ ന്യൂട്ടണിലാണ് എടുക്കുന്നത്. കിലോ ന്യൂട്ടണിൽ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ tau c വാല്യൂവിനെ മാത്രം 10⁻³ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. tau c വാല്യൂ എന്ന് പറയുന്നത് Nm/mm² ആണ്. അപ്പൊ ഇൻറ്റു 10⁻³ ചെയ്താൽ അത് കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് ആയിട്ടായി. ഓക്കെ, ഇൻറ്റു ഇതിന്റെ സർക്കംഫറൻസ്, അതായത് 5/4 into 0.35 plus 2d. ഓക്കെ, ഈ tau c ന്റെ കൂടെ 10⁻³ ഇവിടെ എഴുതിയെന്ന് മാത്രം. ഇൻറ്റു ഡെപ്ത്, ഈ 10⁻³ ഇല്ല, ഇത് ഒഴിവാക്കേണ്ടതാണ്. ഈ 10⁻³ ഇല്ല, ഇൻറ്റു d ചെയ്താൽ മതി, കിലോ ന്യൂട്ടണിൽ കിട്ടും. ഓക്കെ, ഇത് ന്യൂട്ടന് കറസ്പോണ്ടിങ് ആയിട്ട് കിലോ ന്യൂട്ടണിലാണെങ്കിൽ ഈ 10⁻³ നമ്മൾ ഇടണ്ട. നമ്മൾ ഇവിടെ മുന്നത്തെ ഇക്വേഷൻ കിലോ ന്യൂട്ടണിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഈ tau c ന്റെ കൂടെ മാത്രം 10⁻³ ഇട്ടാൽ മതി. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ tau c Nm/m²ലാണ് ഇൻറ്റു 10⁻³ ഇൻറ്റു 5/4 into 0.35 plus 2d ഇൻറ്റു d എന്നൊന്ന് മാത്രം ചെയ്താൽ മതി. ഇവിടെ tau c ന്റെ കൂടെ 10⁻³. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടി. VU VC ഇക്വേറ്റ് ചെയ്യാം. VU VC ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതി കിട്ടും. 263 into 5/16 into 4.7175 minus 1.4d minus 4d² equal to 0.36 into 5/4 into 0.35 plus 2d into d. ഓക്കെ, ഈ 36ന്റെ 0.36 Nm/mm² ആയതുകൊണ്ട് ഇൻറ്റു 10⁻³ ചെയ്തിട്ട് അത് കിലോ Nm/m² എന്നുള്ള ടേംസിലേക്ക് മാറ്റിയതാണ്. ഓക്കെ, ഒരു 10⁻³ മാത്രം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഷോർട്ടൺ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്ത് ഡിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടേമിന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 4.7175 minus 1.4d minus 4d² ടേം ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.36. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും പൈ ക്യാൻസൽ ആയി. ഓക്കെ, രണ്ട് സൈഡിലും പൈ ഉള്ളതുകൊണ്ട് പൈ ക്യാൻസൽ ആയി. 0.36 into 16, ഈ 16 ഇപ്പുറത്തേക്ക് വന്നു. 10⁻³ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇൻറ്റു 10⁻³ divided by 263 into 4 into 0.35 plus 2d². ഓക്കെ, ഈ d ഞാൻ ഇങ്ങോട്ടേക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 0.35d plus 2d². ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 5.48 into 0.35d plus 2d² എന്ന് പറഞ്ഞു കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.92d plus 10.95d² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് കോമൺ ടേംസ് ഒക്കെ ഒന്നിച്ച് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ 10.95d² ആണ്. ഇവിടെ 4d² ആണ്. അപ്പോൾ ഈ 4d² ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ 14.95d². അതുപോലെ ഡിന്റെ ടേം ഇത് 1.92. ഓക്കെ, ഇത് 1.4. ഇത് മൈനസിലാണ്, ഇപ്പുറത്തെ സൈഡിലേക്ക് വരും പ്ലസ് ആവും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3.32d എന്ന് പറഞ്ഞ് കിട്ടും. പിന്നെ ഇത് പ്ലസ്സിലാണ്, ഇപ്പുറത്തെ സൈഡിലേക്ക് വരും മൈനസ് ആവും, -4.7175. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനെ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്താൽ എ എന്ന് പറയുന്ന 14.95, ബി എന്ന് പറയുന്ന 3.32, സി എന്ന് പറയുന്ന -4.7175 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി ഈസ് ഈക്വൽ ടു 0.4628 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് 462.8 mm എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അതായത് വൺ വേ ഷിയർ ക്രൈറ്റീരിയൻ പ്രകാരം ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ഡെപ്ത് ആണ് 462.8 mm അല്ലെങ്കിൽ 463 mm എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഓക്കെ, സെക്കൻഡ് വൺ ബൈ ടു വേ ഷിയർ ക്രൈറ്റീരിയയിലാണ്. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ടു വേ ഷിയർ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് d/2 ഫ്രം ദ ഫേസ് ഓഫ് കോളം. അപ്പോൾ ടു വേ ഷിയർ ക്രൈറ്റീരിയയിൽ ക്രിട്ടിക്കൽ സെക്ഷൻ എവിടെയാണെന്നുള്ളത് അറിയാം അല്ലെ? കോളത്തിന്റെ ഫേസിന് d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഫിഗർ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം കോളത്തിന്റെ ഡയമീറ്റർ 0.35, അവിടുന്ന് d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ടു വേ ഷിയർ ക്രൈറ്റീരിയൻ ആകുമ്പോൾ ചുറ്റും അല്ലെ, ചുറ്റും വരും. അപ്പൊ ചുറ്റുമുള്ള പോർഷൻ ഫുള്ള് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതിന്റെ ഷിയർ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഇതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ ഫുൾ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഈ ഒരു സർക്കിളിന്റെ ഡയ എന്ന് പറയുന്നത് 0.35 പ്ലസ് d/2 പ്ലസ് d/2, 0.35 പ്ലസ് d എന്നുള്ളതാണ് ഈ ഒരു ഡയമീറ്റർ വരുന്നത്. ഓക്കെ, ഇതിന്റെ ഫുൾ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.2 മീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കും ഫിഗർ വരിക. അപ്പൊ ഈ ഒരു ഫിഗർ വെച്ചിട്ട്
നമുക്കിവിടെ എത്രയായിരിക്കും റിക്വയർഡ് ആയിട്ടുള്ള ഡി എന്നുള്ളത് 2A ഷിയർ ക്രൈറ്റീരിയം പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം ഷിയർ ഫോഴ്സ് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ, അല്ലെ, ക്രിട്ടിക്കൽ സെക്ഷനിൽ വരുന്ന ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ആ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം VU ഈസ് ഈക്വൽ ടു PU ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ എന്നുള്ളതാണ്. അപ്പൊ PUവിന്റെ വാല്യൂ നമുക്കറിയാം 263 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് PUവിന്റെ വാല്യൂ. ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുമ്പോൾ എത്രയാ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലെ. ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് ആദ്യം മൊത്തത്തിലുള്ള ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 5/4 ഇൻറ്റു 2.2 സ്ക്വയർ, അല്ലെ, മൊത്തത്തിലുള്ള ഏരിയ നമുക്ക് കിട്ടും ഹോൾ ഡയമീറ്റർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷം ഈ ഒരു പോർഷൻ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ പൈ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 4, അതായത് പൈ ഇൻറ്റു 2.2 സ്ക്വയർ ഡിവൈഡ് ബൈ 4 മൈനസ് പൈ ഇൻറ്റു 0.35 പ്ലസ് ഡി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ, അതായത് ഈ ഒരു ഏരിയ, ചെറിയ സർക്കിളിന്റെ ഏരിയ നമ്മൾ ഈ വലിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ആണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 5/4 ഇൻറ്റു 2.2 സ്ക്വയർ എന്ന് പറയുമ്പോൾ വലിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ആ ചെറിയ സർക്കിളിന്റെ 0.35 പ്ലസ് ഡി ഹോൾ സ്ക്വയർ. ഓക്കെ, അത് ഞാൻ ഒന്നിച്ച് ബ്രാക്കറ്റിലാക്കി എഴുതി. 5/4 ഇൻറ്റു 2.2 സ്ക്വയർ മൈനസ് 5/4 ഇൻറ്റു 3.5 പ്ലസ് ഡി ഹോൾ സ്ക്വയർ എന്നുള്ളത് ഞാൻ ഒന്നിച്ച് എഴുതിയതുമാണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 263 ഇൻറ്റു 5/4 ഇൻറ്റു 2.2 സ്ക്വയർ, ഇത് A പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ ഇതുപോലെ വരും. 206.559 ഇൻറ്റു 4.84 മൈനസ് 0.1225 മൈനസ് 0.70 മൈനസ് ഡി സ്ക്വയർ. ഓക്കെ, ഇതിൽ കോൺസ്റ്റന്റ് ടേമിന് ഒന്നിച്ച് ആഡ് ചെയ്തു. അപ്പോൾ 206.559 ഇൻറ്റു 4.7175 മൈനസ് 0.70 മൈനസ് ഡി സ്ക്വയർ കിലോ ന്യൂട്ടൺ ആണ് ഷിയർ ഫോഴ്സ് ആയിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി ആ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം, VC. ആ VC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ KS ഇൻറ്റു ടോസി ഇൻറ്റു AP, അല്ലെ, ആ പഞ്ചിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഏരിയ എന്നുള്ളതാണ്. അപ്പൊ ഇത് സർക്കുലർ ആയതുകൊണ്ട് KS വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, KS എന്ന് പറയുന്നത് അതിന്റെ ഷോർട്ടർ സൈഡ് ബൈ ലോങ്ങർ സൈഡിന്റെ ആ റേഷ്യോ ആണ്, അല്ലെ. ഇവിടെ ഇപ്പം സർക്കിൾ ആയതുകൊണ്ട് അത് ഉണ്ടാവില്ല. അപ്പൊ KS വാല്യൂ 1, ടോസി വാല്യൂ എന്ന് പറയുന്നത് 0.25 ഇൻറ്റു റൂട്ട് FCK എന്നുള്ളതാണ്. അപ്പൊ FCK 20, അപ്പം 0.25 റൂട്ട് 20 എന്ന് പറയുന്നത് 1.118 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഏരിയ ഓഫ് പഞ്ചിങ് ഷിയർ വരുന്ന ആ ഏരിയ, ഓക്കെ, അത് എത്രയാന്നുള്ള കണ്ടുപിടിക്കാം. അപ്പൊ ആ ഏരിയ എന്ന് പറയുന്ന പെരിമീറ്റർ ഓഫ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഇൻറ്റു ഡി എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ സർക്കംഫറൻസ് ഓഫ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, സർക്കംഫറൻസ് ഇൻറ്റു ഡി. അപ്പൊ ഈ സർക്കംഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ഇൻറ്റു ഡി ആണ്, അല്ലെ. അപ്പൊ ഈ കേസിൽ ഡി എന്ന് പറയുന്ന 0.35 പ്ലസ് ഡി ആണ്. അപ്പോൾ പൈ ഇൻറ്റു 0.35 പ്ലസ് ഡി ചെയ്ത് കഴിഞ്ഞാൽ സർക്കംഫറൻസ് കിട്ടും, ഇൻറ്റു ഡി ചെയ്താൽ മതി. ഓക്കെ, അപ്പം പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കിളിന്റെ കേസിൽ സർക്കംഫറൻസ് എന്നാണ് പറയാ, പൈ ഇൻറ്റു 0.35 പ്ലസ് ഡി ഇൻറ്റു ഡി. ഓക്കെ, അപ്പൊ അത് ചെയ്തപ്പോൾ ഈ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ VC എന്ന് പറയുന്നത് KS ഇൻറ്റു ടോസി ഇൻറ്റു AP. KS 1 ആണ്, ടോസി വാല്യൂ 1.118 ആണ്. അതിനെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാക്കി ഇൻറ്റു 10⁻³ ഇൻറ്റു ഈ വാല്യൂ. ഓക്കെ, ഏരിയ ഓഫ് ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിൽ വരുന്ന ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, പൈ ഇൻറ്റു 0.35 പ്ലസ് ഡി ഇൻറ്റു ഡി. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യാം. VC ഈസ് ഈക്വൽ ടു 3512.3 ഇൻറ്റു 0.35 ഡി പ്ലസ് ഡി സ്ക്വയർ എന്ന് കിട്ടും. ഒന്നും കൂടി ഈ ടേമിനെ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 1229.3 ഡി പ്ലസ് 3512.3 ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ ആയി, VU ആൻഡ് VC. ഓക്കെ, രണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. Equating VU is equal to VC, 206.559 into 4.7175 minus 0.70 plus d square is equal to 1229.3 d plus 3512.3 d square എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതുപോലെ കിട്ടും. 3513.3 d square plus 1379.89 d minus 974.44 is equal to 0. ഓക്കെ, അപ്പൊ ഡിന്റെ വാല്യൂ ഈ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.365 മീറ്റർ, അതായത് 365 mm എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, നമ്മൾ രണ്ട് ക്രൈറ്റീരിയ പ്രകാരം ഡെപ്ത് കണ്ടുപിടിച്ചു. ഇനി വെൻഡി മൊമെന്റ് ക്രൈറ്റീരിയ പ്രകാരം ഡെപ്ത് എങ്ങനെയാ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് ഈസ് അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം. അപ്പൊ ക്രിട്ടിക്കൽ സെക്ഷൻ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കോളത്തിന്റെ ഫേസിലാന്നുള്ളത് നമുക്കറിയാം, അല്ലെ. അപ്പൊ ഞാനിവിടെ ഫിഗർ വരച്ചു. 2.2 മീറ്റർ ഡയമീറ്റർ ഉള്ള സർക്കിൾ, അതിന്റെ അകത്ത് 0.35
ഡയ ഉള്ള കോളം ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഈ കോളത്തിന്റെ ഫേസിൽ തന്നെയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പം നമ്മള് സ്ക്വയറും റെക്ടാങ്കിൾ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സൈഡ് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അതേപോലെ ഇത് സർക്കുലർ ആയതുകൊണ്ട് നമ്മൾ വൺ വേ ഷിയറിന്റെ ക്രൈറ്റീരിയയിൽ ചെയ്ത പോലെ തന്നെ ഒരു ക്വാഡ്രന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ഒരു ക്വാഡ്രന്റ് ഞാൻ വരച്ചു. ഓക്കെ, ഈ ഒരു സർക്കിളിനെ ഒരു ക്വാഡ്രന്റ് ഞാൻ എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ക്രിട്ടിക്കൽ സെക്ഷൻ വരിക എന്ന് പറയുന്നത് ഈ കോളത്തിന്റെ ഫേസിലാണ്. അപ്പൊ ആ ഒരു ക്വാഡ്രന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ ഇതിന്റെ അകത്ത് കാണാൻ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ആ ബെൻഡിങ് മൊമെന്റ് വരുന്ന ആ ഒരു പോർഷനെ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്വാഡ്രന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഡിസ്റ്റൻസിലാണ്, ഈ ഒരു കറസ്പോണ്ടിങ് ലൊക്കേഷനിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത്, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ക്രിട്ടിക്കൽ ആവുന്നത് ഈ ഒരു സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയാണ് അവിടെ പ്രഷർ കാരണം വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ആ ബെൻഡിങ് മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് പ്രഷർ ആണുള്ളത്. പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്യണം. ആ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ കിലോ ന്യൂട്ടണിലായി ഇൻറ്റു ഈ ഒരു ഫോഴ്സിന്റെ സെൻട്രോയിഡ് എവിടെയാണോ ആ സെൻട്രോയിഡ് ഡിസ്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം. ഓക്കെ, സെൻട്രോയിഡ് എവിടെയാ വരിക എന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ കറസ്പോണ്ടിങ് ലൊക്കേഷനിലേക്കുള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ ഇൻറ്റു പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ അത് കിലോ ന്യൂട്ടണിൽ ആയി കിട്ടും. ഇൻറ്റു മൊമെന്റ് ആയതുകൊണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് റെക്ടാങ്കുലറും സ്ക്വയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസി ഐഡന്റിഫൈ ചെയ്യാം. എന്നാൽ ഇതൊരു സർക്കിളിന്റെ ഒരു ക്വാഡ്രന്റ് പോർഷൻ ആയതുകൊണ്ട് ഈ ഒരു പോർഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സിന്റെ സെൻട്രോയിഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നതിന് ഒരു സ്പെഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ഓക്കെ, ആ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെൻട്രോയിഡ് വാല്യൂ കിട്ടും. അതുമായിട്ട് ഈ വരുന്ന ഫോഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള പ്രഷറിനെ നമുക്ക് കിലോ ന്യൂട്ടണിലാക്കണം. കിലോ ന്യൂട്ടണിലാക്കണമെങ്കിൽ ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഈ വലിയ സർക്കിളിന്റെ ഏരിയ എടുക്കുക അല്ലെ, മൈനസ് ഈ ചെറിയ സർക്കിൾ അതിനകത്ത് മൈനസ് ചെയ്യുക. സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കുഞ്ഞു സർക്കിൾ ഒഴികെയുള്ള ബാക്കിയുള്ള ഫുൾ പോർഷന്റെ ഏരിയ കിട്ടും. അതിന്റെ 4/1 നമ്മളുടെ ഈ ഒരു ക്വാഡ്രന്റ് പോർഷനിൽ വരുന്ന ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ, 2.2 കറസ്പോണ്ടിങ് ആയിട്ട് ഏരിയ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ ചെറിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്തിട്ട് 1/4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഈസ് ഈക്വൽ ടു 5/4. അതായത് ഞാൻ 5/4, അതായത് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ 5/4 ഇൻറ്റു T². ഓക്കെ, 2.2 സ്ക്വയർ മൊത്തത്തിലുള്ള ഏരിയ ആയി, മൈനസ് 5/4 ഇൻറ്റു 0.35 സ്ക്വയർ. അപ്പോൾ ഈ ഏരിയ മൈനസ് ചെയ്തിട്ട് ഇത്രയുള്ള ഈ പോർഷന്റെ ഈ കുഞ്ഞു സർക്കിളിന് പുറത്തേക്കുള്ള പോർഷനിലുള്ള ഏരിയ ആയിട്ടുണ്ട്. ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷന്റെ മാത്രം ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ 0.926 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഏരിയ ആയി. ഇനി ആ പ്രഷറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിലോ ന്യൂട്ടൺ ആയി കിട്ടും. അപ്പൊ ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ് ഓൺ ദിസ് ഏരിയ. അപ്പൊ ഈ ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ് എത്രയാ? PU ഇൻറ്റു ഏരിയ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 263 ആണ് PU ഇൻറ്റു 0.926 ചെയ്ത് കഴിഞ്ഞാൽ 243.61 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി ഇത് ആക്ട് ചെയ്യുന്നത് ഇവിടെ എവിടെയോ ആയിരിക്കും. അതായത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ആ സെൻട്രോയിഡ് പോർഷൻ എന്ന് പറയുന്നത് എവിടെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇൻറ്റു ഈ ഫേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് വേണം. ഇത് കറക്റ്റ് എക്സാക്ട് നമുക്ക് അറിയില്ല. ഈ ഒരു ക്വാഡ്രന്റ് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഈ റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയറിന്റെ പോലെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് സ്പെഷ്യൽ ആയിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി CG ഓഫ് ദ ഏരിയ ഫ്രം ദ ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പൊ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റിന്റെ ഡിസ്റ്റൻസ്, അതായത് ഫേസ് ഓഫ് ദ കോളത്ത് എന്നുള്ള ഫേസ് ഓഫ് ദ കോളത്ത് എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണിത്. ഓക്കെ, that is 0.6 into r² plus capital R small r divided by capital R plus small r minus r. ഓക്കെ, ഇതില് ഫുള്ള് ക്യാപിറ്റൽ R സ്മോൾ r ആണ് ഇക്വേഷനിൽ വരുന്നത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാപിറ്റൽ R² ഉണ്ട്, സ്മോൾ r² ഉണ്ട്. പിന്നെ ഈ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ബൈ ക്യാപിറ്റൽ R പ്ലസ് സ്മോൾ r ആണ് മൈനസ് സ്മോൾ ലെറ്റർ r. ഓർത്തിരിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല അല്ലെ. വലിയ ആറിന്റെ സ്ക്വയർ ഉണ്ട്, ചെറിയ ആറിന്റെ സ്ക്വയർ ഉണ്ട്, പിന്നെ R ആണുള്ളത്. ഡിവൈഡ് ബൈ വലിയ R പ്ലസ് ചെറിയ R മൈനസ് ചെറിയ R എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒന്ന് ഓർത്തിരിക്കുക. 0.6 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ ഏതാണ്
ക്യാപിറ്റൽ ആർ എന്താണ്, ചെറിയ ആർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന നോക്കിയ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 1.1 ആണ്, സ്മോൾ ആർ എന്ന് പറയുന്ന 0.175 ആണ്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇവിടെ 2.2 ആണ് വലിയ ഡയമീറ്റർ അല്ലെ, റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കും റേഡിയസ്. വലിയ റേഡിയസ്, അതായത് ഈ ഫുൾ ഫൂട്ടിങ്ങിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ, അതായത് 2.2ന്റെ ഹാഫ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 1.1 ആണ്. സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഈ കോളത്തിന്റെ റേഡിയസ് ആണ്. അപ്പൊ 0.35ന്റെ ഹാഫ് 0.175. അപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ 0.6 ഇൻറ്റു 1.1 സ്ക്വയർ പ്ലസ്, അതായത് ഫൂട്ടിങ്ങിന്റെ റേഡിയസ് സ്ക്വയർ പ്ലസ് കോളത്തിന്റെ റേഡിയസ് സ്ക്വയർ പ്ലസ് ആർ 1.1 ഇൻറ്റു 0.175 ഡിവൈഡ് ബൈ 1.1 പ്ലസ് 0.175 മൈനസ് സ്മോൾ ലെറ്റർ ആർ 0.175 ചെയ്ത് കഴിഞ്ഞപ്പോൾ 0.5 മീറ്റർ കിട്ടി. അപ്പൊ 0.5 മീറ്റർ ആണ് ഈ ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കറണ്ട് ലൊക്കേഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഫോഴ്സ് ഇൻറ്റു ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ 0.5 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ മൊമെന്റ് അറ്റ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ mu ഈക്വൽ ടു 243.61 എന്ന് പറയുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള ഫോഴ്സ് ആണ്. ഓക്കെ, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0.5 ചെയ്ത് കഴിഞ്ഞപ്പോൾ 121.805 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ആയി. ഓക്കെ, ഇനി ആ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ് അല്ലെ, അതാണ് mu ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. mu ലിമിറ്റ് എന്ന് പറയുന്നത് 0.138 FCK VD² ആണ്. അപ്പൊ mu ലിമിറ്റിന്റെ സ്ഥാനത്ത് ഇപ്പം കിട്ടിയിരിക്കുന്ന mu സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.138 FCK 20. ബി എന്ന് പറയുന്ന വാല്യൂ, ബി എന്ന് പറയുന്നത് 275 ആണ്. 275 അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ബി എന്ന് പറയുന്നത് നമ്മൾ മുന്നേ എടുത്ത പോലെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ബി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അത് എത്രയാ വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം 5/4 ഇൻറ്റു 0.35. ഓക്കെ, അതായത് ഈ ഒരു ഫുൾ സർക്കിളിന്റെ, അതായത് ഈ ഒരു സർക്കിളിന്റെ നമ്മൾ സർക്കംഫറൻസ് എടുത്തു. സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു ഡി വരും. ഓക്കെ, പൈ ഇൻറ്റു 0.35 ചെയ്ത് കഴിഞ്ഞാൽ സർക്കംഫറൻസ് കിട്ടും. ആ സർക്കംഫറൻസ് ഡിവൈഡ് ബൈ 4 അല്ലെ, ഇത് ഫുൾ സർക്കിളിന്റെ. അപ്പൊ ഇതിന്റെ 4/1 ഈ ഒരു ലെങ്ത് അല്ലെ. അപ്പൊ 1/4 എടുക്കുക. 1/4 ഇൻറ്റു പൈ ഇൻറ്റു ഡി സർക്കംഫറൻസ്. അപ്പൊ പൈ ഇൻറ്റു 0.35 ഡിവൈഡ് ബൈ 4. അപ്പൊ 5/4 ഇൻറ്റു 0.35 ചെയ്താൽ മതി. അവിടെ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാല് അവിടെ ബി എടുത്തിട്ടുണ്ട്, ആ വിഡ്ത്താ നമ്മൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, സ്ക്വയറിനും റെക്ടാങ്കിളിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട്. അതേപോലെ ഇവിടെ നമ്മൾ വൺ വേ ഷിയറിന്റെ കേസിൽ കൺസിഡർ ചെയ്ത പോലെ തന്നെ ഇത് ആ ഫേസ് ഓഫ് ദ കോളത്തിലുള്ള ആ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ അത് 5/4 ഇൻറ്റു 0.35 ആയിരിക്കും. 5 ഇൻറ്റു 0.35 എന്ന് പറയുമ്പോൾ ഫുൾ ആ സർക്കിളിലെ ചെറിയ സർക്കിളിന്റെ സർക്കംഫറൻസ് ആയി. അതിൽ 4/1 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.275 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് 275 mm. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 275. ഓക്കെ, ഇൻറ്റു ഡി സ്ക്വയർ. ഡി സ്ക്വയർ ഈ അൺനോൺ ആണ്. ഡിക്ക് വേണ്ടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 160,480.89 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു 400 mm എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ പ്രകാരം ഡെപ്ത് കണ്ടുപിടിക്കുന്നത്. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇവിടെ സർക്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രം. അപ്പൊ നമുക്ക് ഇവിടെ 3 ഡി കിട്ടിയിട്ടുണ്ട്. വൺ വേ ഷിയർ ക്രൈറ്റീരിയം പ്രകാരം നമുക്ക് കിട്ടിയ ഡി എന്ന് പറയുന്നത് 463 ആണ് അല്ലെ, 462.8, 463. ടു വേ ഷിയർ ക്രൈറ്റീരിയം പ്രകാരം 0.365 മീറ്റർ, അതായത് 365 mm. ഓക്കെ, ലാസ്റ്റ് 400 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതിൽ വലുതെന്ന് പറയുന്നത് വൺ വേ ഷിയർ ക്രൈറ്റീരിയം പ്രകാരം കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. therefore d is equal to 463 mm എന്ന് പറഞ്ഞെടുത്തു. ഞാനിവിടെ 75 mm എയർ കവറും ഇവിടെ യൂസ് ചെയ്യുന്ന ഡയ ഞാൻ ലേശം കുറച്ചിട്ടുണ്ട്, 12 mm ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്ക്വയറിന്റെ റെക്ടാങ്കിളും ചെയ്തപ്പോൾ ഏകദേശം 16-20 ആ റേഞ്ചിൽ എടുത്തപ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റ് ആയിരുന്നു. ഇവിടെ ഞാൻ കുറയ്ക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അതിലേക്ക് വരാം. അതായത് നമ്മളിവിടെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫുൾ ആ സർക്കിളിന് ഡയക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യില്ല. ആ ഒരു സർക്കിളിന്റെ അകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ സർക്കിളിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്ക്വയർ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരു സർക്കിളിന്റെ അകത്ത് ഒരു സ്ക്വയർ ഫുള്ളായിട്ട് അതിന്റെ ആ സർക്കിളിന്റെ അകത്ത് ആ സ്ക്വയറിന്റെ കോർണേഴ്സ് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു സ്ക്വയർ നമുക്ക് അതിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും, ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിന്റെ അകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൈസുള്ള സ്ക്വയർ ഏതാണോ ആ സ്ക്വയറിന്റെ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം.
അപ്പം അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഡയ കുറച്ചെടുത്തിട്ടുള്ളത്. ഓക്കെ, അസ്യൂം 75 mm ക്ലിയർ കവർ, 12 mm ഡയ ബാസ്. 16 എടുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സ്പേസിംഗ് ആയിരിക്കും കിട്ടും. ഓക്കെ, ഓവറോൾ ഡെപ്ത് ഈസ് ഈക്വൽ ടു 463 പ്ലസ് 75 പ്ലസ് 12/2 ചെയ്ത് കഴിഞ്ഞാൽ 544 എന്നുള്ള രീതിയിൽ കിട്ടും. അത് ഞാൻ റൗണ്ട് ചെയ്ത് കുറച്ച് കൂടുതൽ എടുക്കാം. ഓക്കെ, 600 mm എന്നുള്ള രീതിയിൽ എടുക്കാണ്. 550 എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അസ്യൂം ചെയ്യുന്നതിനനുസരിച്ച്. ഞാനിവിടെ ഓവറോൾ ഡെപ്ത് 600 mm ഓവറോൾ ഡെപ്ത് ഡി എടുക്കും. ഓക്കെ, അതിനനുസരിച്ച് തിരിച്ച് ഡി പ്രൊവൈഡഡ് കണ്ടുപിടിക്കാം. അപ്പോൾ 675 മൈനസ് ഇത് 12/2 ചെയ്ത് കഴിഞ്ഞാൽ 519 mm എന്നുള്ള രീതിയിൽ ഡി പ്രൊവൈഡഡ് കിട്ടും. അപ്പോൾ അവിടെ ഡെപ്തിന്റെ കേസായി. അപ്പം ഡെപ്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഡി പ്രൊവൈഡഡ് എന്ന് പറയുന്നത് 519 ആണ്, ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 600 ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാം ഈ എടുത്തിരിക്കുന്ന ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ഇവിടെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 2 ലെയർ ഉണ്ട് അല്ലെ, ബോട്ടത്തിൽ ഒരു ലെയർ, ടോപ്പിൽ ഒരു ലെയർ. അപ്പം ബോട്ടത്തിലെ ലെയറിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളിപ്പം 519 ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ടോപ്പിലുള്ള ലെയറിലേക്കുള്ള ഡി എന്ന് പറയുന്നത് 519 മൈനസ് അവിടെ യൂസ് ചെയ്ത 12 mm, അപ്പൊ 12ന്റെ ഹാഫ് മൈനസ് അതിന്റെ മേലെയുള്ള ബാറിന്റെ 12ന്റെ ഹാഫ്. ഓക്കെ, അപ്പൊ 519 മൈനസ് 12/2 മൈനസ് 12/2 ദാറ്റ് ഈസ് 507 mm എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഡി ആവറേജ് നമുക്ക് കണ്ടുപിടിക്കാം. 519 ആണ് താഴത്തെ റീഇൻഫോഴ്സ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത്, ടോപ്പിലുള്ള 507. ഇപ്പൊ രണ്ടും ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 എടുത്തപ്പോൾ 513 mm കിട്ടി. അത് എന്ന് പറയുന്നത് ഈ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി റിക്വയർഡിനേക്കാളും കൂടുതലാണ് അല്ലെ. ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി റിക്വയർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയ 400, അപ്പൊ അതിനേക്കാളും കൂടുതൽ തന്നെയാണ്. അപ്പം ഡി ആവറേജ് 513 എന്ന് പറയുന്ന ഡി റിക്വയർഡിനേക്കാളും കൂടുതലാന്നുള്ള രീതിയിൽ കിട്ടി. ഇനി AST നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഈ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ 121.805 into 10⁻⁶ is equal to 0.87 FI AST into ഡി ആവറേജ് കൊടുക്കാം 513 into 1 minus 415 AST divided by FCK. ബി എന്ന് പറയുന്നത് 275 ആണ്. നമ്മൾ ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ പ്രകാരം ബി എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അപ്പൊ 275 ആണ് ബെൻഡിങ് മൊമെന്റ് ഇട്ട് ചെയ്യുന്നതുകൊണ്ട് 275 into 513 ഡി. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും. 185,218.65 AST minus 27.243 AST square is equal to 121.805 into 10⁻⁶ എന്നുള്ള രീതി കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST is equal to 737.46 mm square എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ പ്രൊവൈഡ് ചെയ്യേണ്ട AST ആയി 737.46 mm square ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ഒരു സർക്കിളിന്റെ അകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന സ്ക്വയർ എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ള പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇത് ഇവിടെ ചെക്ക് ചെയ്യാണ് മിനിമവും അതുപോലെ തന്നെ ഈ PT നമ്മൾ എടുത്ത സമയത്ത് ഫസ്റ്റ് വൺ വേ ഷിയർ ക്രൈറ്റീരിയയിൽ ഒരു പെർസെന്റേജ് അസ്യൂം ചെയ്തിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൂടുതലാണോ എന്നുള്ളത് ഞാനിവിടെ ആദ്യം ചെക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പൊ AST മിനിമം എന്ന് പറയുന്നത് 0.12% VD. അപ്പോൾ 0.12 ഡിവൈഡ് ബൈ 100 into 275 B ആണ് into D 600 ചെയ്ത് കഴിഞ്ഞപ്പോൾ 198 mm square എന്നുള്ള രീതിയിൽ കിട്ടി. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന AST എന്ന് പറയുന്ന 700 സംതിങ് ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള അതിനേക്കാളും കൂടുതലാണ്, മിനിമത്തിനേക്കാളും കൂടുതലാണ്. ഓക്കെയാണ്. രണ്ടാമത് PT അസ്യൂംഡ് ഫോർ വൺ വേ ഷിയർ ഡിസൈനിൽ PT അസ്യൂം ചെയ്തിരിക്കുന്നത് 0.25% എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുത്താൽ 0.25/100 into P into D, P 275. ഇപ്പൊ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എടുത്തതുപോലെ ദാറ്റ് ഈസ് 352.69 mm square കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള 737 അതിനേക്കാളും കുറവാണിത്, അതുകൊണ്ട് ഓക്കെയാണ്. അപ്പൊ AST റിക്വയർഡ് എന്ന് പറയുന്നത് 737.46 mm square എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ ഞാനിവിടെ 12 mm ബാസാ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എത്ര ബാസ് പ്രൊവൈഡ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം 737 ഡിവൈഡ് ബൈ ഒരു ബാറിന്റെ 12 mm ഒരു ബാറിന്റെ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 6.52 എന്ന് കിട്ടി. അപ്പൊ 7 ബാസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കിട്ടി. ഓക്കെ, 7 ബാസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഞാൻ പറയാം. The bars are arranged in mutually perpendicular direction. These bars are accommodated within a square of height 2.2 by root. അതായത് എത്രയാണോ ഒരു സർക്കുലർ ക്രോസ് സെക്ഷനിൽ വരുന്ന ഫൂട്ടിങ്ങിന്റെ ഡയമീറ്റർ, ഓക്കെ, ആ ഡയമീറ്റർ ഡിവൈഡ് ബൈ റൂട്ട്, അതാണ് അതിൽ ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന സ്ക്വയറിന്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഞാൻ പറയാം, ഞാൻ ജസ്റ്റ് അത് കാണിക്കാം. കറക്റ്റ് ആയിട്ട് അത് വരയ്ക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ ശ്രമിക്കാം. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഞാനിവിടെ ഫൂട്ടിങ് വരും. ഓക്കെ, സോറി, ഞാനിവിടെ ഫൂട്ടിങ് വരച്ചു.
സർക്കുലർ ആയിട്ടാണ്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന സ്ക്വയറിന് ഒരു സൈസ് ഉണ്ടാവും. ഈ ഒരു രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം. ഓക്കെ, അപ്പം ഈ ഒരു സർക്കിളിന്റെ അകത്ത് കൊള്ളുന്ന രീതിയിലുള്ള സ്ക്വയർ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഈ സൈസ് എത്രയാണോ, ഇപ്പൊ 2.2 ഇതിന്റെ ഡയമീറ്റർ ഉണ്ട് അല്ലെ, എന്നാൽ ഈ ഒരു സ്ക്വയർ ഉള്ളിൽ വന്നിട്ടുള്ള സ്ക്വയറിന് ആ ഒരു സൈസ് ഉണ്ടാവണമെന്നില്ല, അതിനേക്കാളും കുറവായിരിക്കും. അപ്പൊ ഈ ഒരു സൈസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എത്രയാണോ നമുക്ക് ഇവിടെ ഈ ഒരു ഫൂട്ടിംഗ് സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്. ആ റീഇൻഫോഴ്സ്മെന്റ് ഈ ഒരു സ്ക്വയറിന്റെ അകത്താണ് ഇൻസ്ക്രൈബ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുക. സ്ക്വയറിന്റെ അകത്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇത്ര നമ്പർ ഓഫ് ബാർസ് അല്ലെങ്കിൽ ഇത്ര സ്പേസിംഗിൽ ഈ ബാർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇതിന്റെ അകത്താ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എത്രയാണോ AST നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫൂട്ടിങ്ങിൽ കൊടുക്കേണ്ടത്, ആ AST ഫുള്ള് ഈ സ്ക്വയറിന്റെ അകത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ സർക്കുലർ ഫൂട്ടിങ്ങിന്റെ പ്രത്യേകത. ഓക്കെ, ഈ ഒരു പോർഷനിൽ, അതായത് ഈ ഒരു സെന്റർ പോർഷനിൽ എല്ലാ റീഇൻഫോഴ്സ്മെന്റും റിക്വയർഡ് ആയിട്ടുള്ള ഇതിന്റെ അകത്ത് വരണം. ആ രീതിയിൽ വേണം പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു സർക്കിളിന്റെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡയ എത്രയാണോ ആ ഡയ ഡിവൈഡഡ് ബൈ √2 ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ സൈസ് ഏകദേശം നമുക്ക് കിട്ടും, എത്രയാ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം the bars are arranged in mutually perpendicular directions. Okay, these bars are accommodated within a square of size 2.2 by √2. അപ്പൊ അവിടെയുള്ള ആ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറയുന്ന 2.2 ആണ്, ഡിവൈഡ് ബൈ √2. അപ്പം 1.55 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്വയർ രീതിയിലാണ് നമ്മൾ ഈ വന്നിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് മുഴുവൻ, അതായത് 737.46 മിനിമം വരുന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ ഒരു മീറ്റർ, ഈ ഒരു പർട്ടിക്കുലർ സൈസിന്, അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു സൈസിന്റെ അകത്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണോ സ്പേസിംഗ്, അതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഡയറക്റ്റ് നമ്മൾ സ്പേസിംഗ് കണ്ടുപിടിക്കാൻ ഇവിടെ എത്ര ബാസ് വേണമെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ അത്രയും നമ്പർ ഓഫ് ബാസ് ഈ ഒരു സൈസിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ സ്പേസിംഗ് എത്ര വരും നോക്കിക്കഴിഞ്ഞാൽ 1550 ബാസ്, ഇത്രയും ലെങ്ത്തിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 7 ബാസിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സ്പേസിംഗ് ആണ് വരിക. 222.22 mm എന്നുള്ള രീതിയിലാണ് വരിക. അപ്പൊ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 220 mm അല്ലെങ്കിൽ 200 mm എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ ഇവിടെ പ്രൊവൈഡ് 12 mm ഡയാബാസ് അറ്റ് 220 mm സെന്റർ ടു സെന്റർ ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത കുറച്ച് ഡയ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു ഡയമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല, അതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പൊ സ്പേസിംഗ് വലിയ ബാർ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സ്പേസിംഗ് കൂടുതൽ വരും, എന്നാലും കുഴപ്പമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അതൊന്നും തെറ്റല്ല, കറക്റ്റ് തന്നെയാണ്. എന്നാൽ ഞാൻ ഇവിടെ കുറച്ച് കൊടുത്തപ്പോൾ കണ്ടോ, ഇവിടെ 220 എന്നുള്ള രീതിയിൽ എനിക്ക് സ്പേസിംഗ് കിട്ടി 12 mm കൊടുത്തപ്പോൾ. അതേപോലെ ഫൂട്ടിങ്ങിന്റെ സൈസും നോക്കിക്കോളണം, അതിൽ വരുന്ന ലോഡും നോക്കിക്കോളണം. ലോഡും അതുപോലെ സൈസൊക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ ബാസിന്റെ ടയ കുറച്ച് കൂടുതൽ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ആ ഒരു പർട്ടിക്കുലർ സ്പേസിങ്ങിന്റെ അകത്ത് നിൽക്കാൻ നല്ലത്. അപ്പൊ വളരെ കുറഞ്ഞു പോയി, വലിയ സൈസും കൂടുതൽ ലോഡും വരുന്ന കേസിൽ നമ്മൾ ബാറിന്റെ ടയ വളരെ കുറച്ചാൽ വളരെ അടുത്തടുത്ത സ്പേസിംഗ് ആയി പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ നോർമലി ഒരു 16-20 ആ റേഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ നോർമലി ഉള്ളതിനൊക്കെ ഓക്കെ ആയിരിക്കും. പിന്നെ ഡയമീറ്റർ ഒക്കെ കുറഞ്ഞ രീതിയിൽ, അതായത് ഇതുപോലെയൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ സൈസ് നോക്കിയിട്ട് 12 എടുക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ 220 mm സ്പേസിംഗിൽ 12 mm ബാർ കൊടുക്കുക. അതുപോലെ ഒരു അഡീഷണൽ കാര്യം കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ട്രാ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പ്രൊവൈഡ് 2 additional bars in each direction beyond the square. അതായത് ഈ സ്ക്വയറിന് ബിയോണ്ട് ആയിട്ട് 2 ബാർസ് അഡീഷണലി പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ഓരോ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ഈ ഒരു സ്ക്വയറിന്റെ അകത്താണ് ബാറുകൾ വരിക എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു എക്സ്ട്രാ കുറച്ച് പോർഷൻ വരുന്നുണ്ടല്ലോ, അപ്പൊ ഈ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ബാർ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ബാർ കൊടുക്കാം. ഒരു ബാർ ഇവിടെ 2 ബാർസ് അഡീഷണലി കൊടുക്കുന്നുള്ളതാണ്. ഇവിടെ ഒരു ബാർ കൊടുത്തു, അതേപോലെ ഇവിടെ ഒരു ബാർ കൊടുത്തു ഈ ഡയറക്ഷന് കറസ്പോണ്ടിങ്. അതേപോലെ ഇവിടെയും അഡീഷണലി ഓരോ ബാർ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി. ഓക്കെ, അതായത് എത്രയാണോ AST റിക്വയർഡ് ആയിട്ടുള്ളത് ആ AST സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഈ സ്ക്വയർ ആയിട്ട് വരച്ച് കാണിക്കണം എന്നില്ല. അതായത് ഈ ഒരു പോർഷന്റെ അകത്ത് എത്രയാണോ AST വേണ്ടത് അതിനനുസരിച്ചുള്ള ഡയയും സ്പേസിംഗ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ ഓരോ ബാർ, അതായത് ഒരേ ആക്സിസിൽ 2 ബാർസ് കൊടുക്കാം, ഒന്നിവിടെ ഒന്നിവിടെ. അതേപോലെ അനദർ ഡയറക്ഷനിൽ 2 ബാർസ് കൊടുക്കാം. അങ്ങനെ ഓരോ ഡയറക്ഷനിൽ 2 ബാർസ് എക്സ്ട്രാ കൊടുക്കാം, ഒന്ന് ഓരോരോ സൈഡിലായിട്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം പ്രൊവൈഡ് 2 additional ബാർസ് ഇൻ ഈച്ച് ഡയറക്ഷൻ ബിയോണ്ട് ദ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതാണ്
ഇങ്ങനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്റ്റെപ്പ് 7 ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത് ചെയ്യാം. ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ LD അല്ലെ, LD റിക്വയർഡ് ഈസിക്കൽ 0.87 ഇൻറ്റു ഡയ ഡിവൈഡ് ബൈ 4 ഇൻറ്റു ടോ BD എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ M20 ആയതുകൊണ്ട് 1.2 ആണ് ടോ BD, 60% എക്സ്ട്രാ എടുത്തു, അതായത് 1.6 ചെയ്ത് കഴിഞ്ഞാൽ 564.14 mm എന്നുള്ള രീതി കിട്ടും. ഇവിടെ LD നമ്മൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്ന LD അല്ലെങ്കിൽ എത്ര ഡെവലപ്മെന്റ് ലെങ്ത് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2200 ആണ് ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 2200 ആ കോളത്തിന്റെ 350 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കോളത്തിന്റെ ഫേസ് എന്നുള്ള ഡിസ്റ്റൻസ് എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഓക്കെ, 2200 മൈനസ് 350/2 ചെയ്താൽ ആ കോളത്തിന്റെ ഫേസ് ആ എൻഡ് വരെയുള്ളത് കിട്ടും. നമ്മൾ 75 mm കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മൈനസ് 75 ചെയ്ത് കഴിഞ്ഞാൽ ആ കോളത്തിന്റെ ഫേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ ഡിസ്റ്റൻസ്. ഓക്കെ, അത് 850 mm ഉണ്ട്. ഓക്കെ, 564 ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പം അവിടെ അതായത് റിക്വയർഡ് ആയിട്ടുള്ളത് അത്രയും നമ്മൾ മിനിമം പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ്. പക്ഷെ ഇവിടെ 850 ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും അതിൽ കൂടുതൽ അവിടെ അവൈലബിൾ ആണ് ഡെവലപ്മെന്റ് ലെങ്ത്. ഓക്കെ, അപ്പോൾ 850 mm ഈസ് ഗ്രേറ്റർ ദാൻ ഡെവലപ്മെന്റ് ലെങ്ത് റിക്വയർഡ്. അതുകൊണ്ട് സേഫ് ആണ്. നമ്മൾ ബെൻഡ് ചെയ്തൊന്നും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. നേരെ തന്നെ ഇട്ടാൽ തന്നെ ആ ഒരു ബോൺ സ്ട്രെങ്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുള്ളതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് അതിന്റെ ഫിഗർ വരയ്ക്കാം. ഫിഗർ വരയ്ക്കുമ്പോൾ ഈ കോളത്തിൽ നിന്നുള്ള റീഇൻഫോഴ്സ്മെന്റ് ഓക്കെ അത് കാണിച്ചു. ഇതിലേക്ക് കയറി നിൽക്കും. ബോട്ടത്തില് 12 mm ബാർ, അതിന്റെ മേലെ ബാർ പ്രൊവൈഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്ക്വയറിന്റെ അകത്ത് 1 2 3 4 5 6 7 ബാർസ് വന്നു. രണ്ട് സൈഡിലും എക്സ്ട്രാ ഓരോന്ന് വെച്ച് പ്രൊവൈഡ് ചെയ്തു. അതായത് ആ ഒരു സ്ക്വയറിന്റെ അകത്ത് 7 ബാർ വരുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 0.6 മീറ്റർ ഡെപ്ത്, 2.2 മീറ്റർ, 12 mm ഡയമീറ്റർ ബാർ at 220 mm സെന്റർ ടു സെന്റർ, അതായത് രണ്ട് ഡയറക്ഷനിലും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ എലിവേറ്റഡ് സെക്ഷൻ വരിക. അതുപോലെ ഇതിന്റെ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് വരും. ഓക്കെ, ഇതാണ് ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ആണ്. നോക്കിയാൽ മതി. ഈ ഒരു പോർഷന്റെ അകത്ത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫുൾ AST വരണം എന്നുള്ളതാണ്. ഓക്കെ, 1 2 3 4 5 6 7 ബാർസ് അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ 1 2 3 4 5 6 7 ബാർസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഓരോ ബാർസ് എക്സ്ട്രാ ഓരോ പോർഷനിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഒരു ഡയറക്ഷനിൽ 2 ബാർസ് എക്സ്ട്രാ വരുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് സർക്കുലർ ഫൂട്ടിംഗ് വരുമ്പോൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, 12 mm ഡയാ ബാർസ്, 220 mm സെന്റർ ടു സെന്റർ ബോത്ത് വേസ്. ഓക്കെ.